നമസ്കാരം. കഴിഞ്ഞ ദിവസം GTRE ഇവരെ സംബന്ധിച്ച് ഒരു സുപ്രധാന വാർത്ത മാധ്യമങ്ങളിൽ വന്നു. ഈ GTRE എന്ന പദം അത്ര സുപരിചിതമല്ല ആൾക്കാർക്ക്. അതിൻ്റെ മുഴുവൻ പേരിങ്ങനെയാണ്: ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന ഈ പേര് കേട്ടാലും പലർക്കും ഇത് പേര് മനസ്സിലാകണമെന്നില്ല. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ നമ്മുടെ DRDO ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ GTRE. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വിമാന എഞ്ചിനുകൾ അല്ലെങ്കിൽ ഡ്രോണുകൾക്കോ മറ്റോ ഉപയോഗിക്കുന്ന ചെറിയ തരം എഞ്ചിനുകൾ അടക്കം രൂപകൽപ്പനയും മറ്റു കാര്യങ്ങളും ഇന്ത്യക്ക് സ്വന്തമായി വിമാന എഞ്ചിനുകൾ വേണം. അപ്പോൾ ആ രീതിയിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ, പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന, അതിൻ്റെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സ്ഥാപനമാണ് GTRE. അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം അവരുടേതെന്ന പേരിൽ സുപ്രധാനമായൊരു വാർത്ത വന്നു. ഈ GTREയുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന ആസാദ് എഞ്ചിനീയറിംഗ് അവർ ഒരു എഞ്ചിൻ പുറത്തിറക്കി. അത് എക്സ്പെൻഡബിൾ ടർബോ ജെറ്റ് എഞ്ചിൻ എന്നാണ് അതിൻ്റെ പേര്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: നമ്മുടെ ചെറിയ ഡ്രോണുകൾ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകൾ ഇതിൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച എഞ്ചിൻ ഇന്ത്യ അതിൻ്റെ സ്വന്തം സാങ്കേതിക വിദ്യയിൽ വികസിപ്പിച്ചെടുത്തു. അപ്പോൾ അതിൽ ഈ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനി GTRE അതിൻ്റെ രൂപകൽപ്പന ചെയ്തു. ആസാദ് എഞ്ചിനീയറിംഗ് ആണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. ഇപ്പോൾ ഈ ആസാദ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അത് ഒരു സ്വകാര്യ കമ്പനിയാണെന്ന് നമുക്ക് തോന്നും. അതിൻ്റെ പൂർവ്വകാല ചരിത്രം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അത് പൊതുമേഖലയിൽ അല്ലെങ്കിൽ പൊതു ഓഹരി പങ്കാളിത്തത്തോടെ പ്രവർത്തിക്കുന്ന വിശ്വസ്തമായ ഇന്ത്യയുടെ പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ വിശ്വസ്ത ഒരു കേന്ദ്രമായിട്ടാണ് ആസാദ് എഞ്ചിനീയറിംഗ്. നമ്മുടെ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറിന് പോലും ഇതിൽ ഓഹരി പങ്കാളിത്തമുണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം. അവരാണ് നിർമ്മിച്ച് നൽകുന്നത്. അപ്പോൾ എന്ത് കൊണ്ടാണ് ഇത് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളതുകൂടി ഓർക്കണം. വെറും 24 മാസം കൊണ്ടാണ് ഇവർക്ക് ഇത് സാധ്യമായത്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇത് ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന എഞ്ചിൻ. എന്താ ഇത്ര പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെയാണ് കാര്യം. നമ്മൾ ക്രൂയിസ് മിസൈലുകൾ അയക്കുന്നു, അല്ലെങ്കിൽ ഈ കാമിക്കാസെ ഡ്രോണുകളുണ്ട്, ആത്മഹത്യാ ഡ്രോണുകൾ എന്നാണ് അതിൻ്റെ മലയാളം. നമ്മൾ ഒരു ശത്രുവിനെ ലക്ഷ്യമാക്കി ഒരു മിസൈൽ അയക്കുകയോ ശത്രുവിനെ ലക്ഷ്യമാക്കി ഒരു ആത്മഹത്യ അല്ലെങ്കിൽ ഈ കാമിക്കാസെ ഡ്രോണുകൾ അയച്ചാലോ പിന്നെ അത് തിരിച്ചെടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. സിംഗിൾ യൂസ്, ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ ഗ്ലാസ് എന്ന് പറയുന്നത് പോലെ ഉള്ളൊരു പരിപാടിയാണ്. എങ്ങോട്ടാണോ അയക്കുന്നത് അങ്ങോട്ടുള്ള ലക്ഷ്യം ഭേദിക്കുക, നശിപ്പിക്കുക, അവിടെ ആക്രമണം നടത്തുക എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഈ സിംഗിൾ യൂസ് ആയിട്ടുള്ള ഈ സംഗതിക്ക് നമ്മൾ ഇതിനു മുമ്പ് പല വിദേശ രാജ്യങ്ങളെയും ആശ്രയിക്കേണ്ടി വന്നു. ഇതിൻ്റെ ഡ്രോണുകളോ അല്ലെങ്കിൽ ഇതിൻ്റെ മിസൈലോ ഒക്കെ രൂപകൽപ്പന ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ എഞ്ചിൻ നിർമ്മാണം എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ സാങ്കേതിക ക്ഷമത ആവശ്യമുള്ള സംഗതിയാണ്. അതിന് അതിസങ്കീർണമായ ചില റോ മെറ്റീരിയലുകളുടെ ലഭ്യത ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇസ്രയേൽ പോലെ ഉള്ള അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള പല രാജ്യങ്ങളെ ഇക്കാര്യത്തിൽ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അവിടെയാണ് നമ്മൾ സ്വന്തം നിലയിൽ ഈ സംഗതി നിർമ്മിക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇത് നമ്മൾ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഒരു ചെറിയ ടൈപ്പ് എഞ്ചിനാണ്. ഈ പറയുന്ന എക്സ്പാൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ വലിപ്പത്തിലും ഭാരത്തിലും വളരെ ചെറിയ എഞ്ചിനാണ്. എന്നിരുന്നാലും വലിയ രീതിയിൽ ഊർജം ചെലവാക്കപ്പെടുന്ന അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇന്ധനം ജ്വലിക്കുന്ന എഞ്ചിനുകളാണ് ഇത്. അപ്പോൾ അത്രയും വലിയ താപം കൈകാര്യം ചെയ്യാൻ സാധാരണ ഉരുക്കോ ഇരുമ്പോ ഒക്കെ ആണെങ്കിൽ ഈ താപത്തിൽ ഉരുകി ഒലിച്ചു പോകും. അപ്പോൾ അത്രയും വലിയ താപം കൈകാര്യം ചെയ്യാൻ ലോഹസങ്കരങ്ങൾ, അമൂല്യമായ അല്ലെങ്കിൽ വളരെ അപൂർവമായ ലോഹക്കൂട്ടുകൾ ഉപയോഗിച്ചുള്ള ലോഹസങ്കരങ്ങൾ, അലോയികൾ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി അതിനുള്ള സാങ്കേതിക വിദ്യയിലെ അഭാവം മൂലമോ അല്ലെങ്കിൽ ആ പറയുന്ന റോ മെറ്റീരിയലിൻ്റെ അഭാവം മൂലമോ നമുക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നിർവാഹമില്ലായിരുന്നു. അവിടെയാണ് ഇവിടെ സ്വന്തം നിലയിൽ ഇത് തയ്യാറാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സോളിഡ് ഫ്യൂവൽ റോക്കറ്റ് മോട്ടോർ ആണ്. ഇതിന് വളരെ കുറഞ്ഞ ചെലവാണ്. പിന്നെ ഇതിൻ്റെ പരിധി ഏതാണ്ട് 1000 കിലോമീറ്റർ വരെ ഈ എഞ്ചിൻ ഉപയോഗിച്ച് സഞ്ചരിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇതിന് ഇത്ര വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു ജെറ്റ് എഞ്ചിൻ്റെ, ഒരു ജെറ്റ് വിമാനത്തിൻ്റെ അതേ സാങ്കേതിക വിദ്യ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ എന്താണ് ഇതിൻ്റെ അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ ആഗിരണം ചെയ്ത് വലിയ രീതിയിൽ ജ്വലനം, ഓക്സിജൻ എന്ന് പറയുന്നത് കത്തുന്ന വാതകമാണ്,
അത് വലിയ രീതിയിൽ ആഗിരണം ചെയ്ത് അതിൻ്റെ ഒരു സാധ്യത ഉപയോഗിച്ചാണ് ഇത്ര വലിയ ദൂരം ഇത് താണ്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബഹിരാകാശ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന റോക്കറ്റും ഇതിനും ഏതാണ്ട് സെയിം മെത്തേഡ് തന്നെയാണ്. പക്ഷേ അവിടെ ശൂന്യാകാശത്തേക്ക് റോക്കറ്റ് പോകേണ്ടതുള്ളതുകൊണ്ട് നമുക്ക് ഓക്സിജൻ ആ റോക്കറ്റിനുള്ളിൽ തന്നെ പ്രത്യേക ടാങ്കിൽ സംഭരിക്കേണ്ടി വരും. പക്ഷേ ഈ പറയുന്ന ഇവിടുത്തെ സാങ്കേതിക വിദ്യയിൽ അങ്ങനെ നമ്മൾ ഈ ഡ്രോണുകളോ അല്ലെങ്കിൽ ക്രൂയിസ് മിസൈലുകളോ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് അയക്കുന്നത് കൊണ്ട് നമുക്ക് ഓക്സിജൻ പുറത്തുനിന്ന് അതായത് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഈ പറയുന്ന എഞ്ചിനിൽ 3 പാർട്ടുകളാണുള്ളത്. ഒന്ന് കംപ്രസർ, അതായത് അന്തരീക്ഷത്തിൽ നിന്ന് നേരിട്ട് ഈ ഓക്സിജനെ വലിച്ചെടുത്ത് ഉയർന്ന മർദ്ദത്തിൽ തൊട്ടു താഴെയുള്ള കംപ്രഷൻ ചേംബറിലേക്ക് കൊടുക്കുന്നു. അവിടെ ഇന്ധനവുമായിട്ടെത്തി അത് വലിയ രീതിയിൽ ജ്വലിക്കുന്നു. അതിനുശേഷം തൊട്ടു പിറകിലെ ടർബൈൻ ഈ ജ്വലനത്തിൻ്റെ വേഗതയിൽ അത് ശക്തിയായി കറങ്ങുകയും ഈ ടർബൈനിൽ ഘടിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ കംപ്രസർ അതും ഇത് വായു വലിച്ചെടുക്കാൻ അതിനെയും ചലിപ്പിക്കുന്നത് ഈ ടർബൈൻ്റെ കറക്കമാണെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഈ കറക്കത്തിൽ വലിയ രീതിയിൽ ഇത് വായു പുറന്തള്ളും. നമ്മുടെ ആകാശത്ത് ജെറ്റ് വിമാനങ്ങൾ പോകുമ്പോൾ ഒരു പുകപടലം ശ്രദ്ധിച്ചു കാണുമല്ലോ. അപ്പോൾ വലിയ രീതിയിൽ വായു അത് പുറന്തള്ളുന്നത് കൊണ്ടാണ് ആ പുകപടലം ഉണ്ടാകുന്നത്. സമാനമായ രീതിയിൽ ഈ എഞ്ചിനും വലിയ രീതിയിൽ വായു പുറന്തള്ളും. അപ്പോൾ ആ പുറന്തള്ളിൻ്റെ ശക്തി ഈ ഇതെന്താണോ ഇതിനെ ഘടിപ്പിച്ചിരിക്കുന്ന ആ സംവിധാനത്തിന് കിട്ടുകയും അത് അതിവേഗതയിൽ കുതിച്ചു പായും എന്നുള്ളതാണ് ചെറിയ ഹ്രസ്വമായിട്ടുള്ള ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ. അപ്പോൾ അതിവേഗതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശബ്ദത്തേക്കാൾ വേഗതയിലാണെന്ന് ധരിക്കേണ്ടതില്ല. അത് സബ്സോണിക് വേഗതയെ ഇതിന് കിട്ടുകയുള്ളൂ. അതായത് ശബ്ദത്തേക്കാൾ കുറച്ചുകൂടി താഴ്ന്ന വേഗത, പരമാവധി മണിക്കൂറിൽ 450 കിലോമീറ്റർ മുതൽ 900 കിലോമീറ്റർ വരെ വേഗതയിലായിരിക്കും ഇത് സഞ്ചരിക്കുക എന്നുള്ളതുകൂടി മനസ്സിലാക്കണം. അപ്പോൾ എന്തുകൊണ്ട് ഇത് ഇത്ര വലിയ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു മുൻപ് നമ്മുടെ കാമിക്കാസെ ഡ്രോണുകൾക്ക് വേണ്ടിയോ ക്രൂയിസ് മിസൈലുകൾക്ക് വേണ്ടിയിട്ടോ ഇത്തരം സങ്കീർണമായ യന്ത്ര സംവിധാനങ്ങൾക്കെല്ലാം തന്നെ നമ്മൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അങ്ങനെ ആശ്രയിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെലവിനേക്കാൾ ഏതാണ്ട് 30 മുതൽ 50% വരെ ചെലവ് ഇത് സ്വന്തം നിലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതപ്പോൾ നമുക്ക് തോന്നും എന്താണ് അപ്പോൾ ഇതിൻ്റെ വില? ഈ രീതിയിൽ നമ്മുടെ തയ്യാറാക്കപ്പെടുന്ന ഒരു ചെറിയ ഡ്രോൺ ആണെങ്കിൽ, ഇപ്പോൾ പ്രതിരോധ ആവശ്യത്തിന് വേണ്ടി തയ്യാറാക്കുന്ന ചെറിയ ടൈപ്പ് ഡ്രോണുകളാണെങ്കിൽ അതിന് 15 ലക്ഷം മുതൽ 40 ലക്ഷം വരെ ചിലവാകും, ഈ എഞ്ചിന് സർവ്വസന്നാഹങ്ങളും അടക്കം. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പോൾ 1000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ, അതായത് പ്രത്യേക ഉദ്ദേശത്തോടെ ഇപ്പോൾ ഇറാൻ അമേരിക്ക യുദ്ധത്തിലടക്കം ഇറാൻ ഉപയോഗിക്കുന്ന ഷഹീദ് എന്ന് പറയുന്ന അത്തരമൊരു ഡ്രോണാണ്. ഏതെങ്കിലും കൃത്യമായ ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടാൻ ശേഷിയുള്ളതാണ് ഷഹീദ് ഡ്രോൺ. അപ്പോൾ അതേപോലെയുള്ള ഡ്രോണുകളാണ് നമ്മൾ കരുതുന്നതെങ്കിൽ അതിന് 80 ലക്ഷം മുതൽ 1.5 കോടി വരെ ചിലവുണ്ടാകും. അപ്പോൾ ഇത്രയും വലിയൊരു സാമ്പത്തിക ചെലവ് ഈ ഡ്രോണുകളുടെ കാര്യത്തിലുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മൾ ഡ്രോണുകളെ ഇത്ര വലിയ പ്രോത്സാഹിപ്പിക്കാൻ കാരണം അതിന് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ഡ്രോണുകളെ പെട്ടെന്ന് റഡാർ സംവിധാനത്തിൽ ഡിറ്റക്ട് ചെയ്യാനും അതിനെ തകർക്കാനും സാധിക്കും. എന്നിരുന്നാലും ഡ്രോണുകളെ നമ്മൾ ഉപയോഗിക്കാൻ കാരണം നമ്മൾ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ക്രൂയിസ് മിസൈലോ ബാലിസ്റ്റിക് മിസൈലോ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ 10-1 ചെലവിലായിരിക്കും ഒരു ഡ്രോൺ കൊണ്ട് അതേ ആവശ്യം തന്നെ നിറവേറ്റാൻ സാധിക്കുക. അപ്പോൾ 1-2 ഡ്രോൺ നഷ്ടപ്പെട്ടാലും നമ്മൾ ഒരു ഉദ്ദേശത്തിന് വേണ്ടി അയക്കുന്നത് ഒരു കൂട്ടം ഡ്രോണുകളെ ആയിരിക്കും ഒരു ലക്ഷ്യം ഭേദിക്കാൻ വേണ്ടി. അതുകൊണ്ട് അതിൽ 1-2 എങ്കിലും ഉറപ്പായും ഈ റഡാറുകളെ അതിജീവിച്ച് ആ ലക്ഷ്യം നേടുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രോൺ സാങ്കേതിക വിദ്യയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു മുതൽക്കൂട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി നമുക്ക് പ്രതിരോധ രംഗത്ത് നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നിർണായക ഫലമുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ GT-RE കുറിച്ചാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഇവർ ചെറിയ പുള്ളികളൊന്നുമല്ല. നമ്മുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യ സ്വന്തം നിലയിൽ 5ാം തലമുറ യുദ്ധവിമാനം ഉണ്ടാക്കാനായിട്ട് തയ്യാറെടുക്കുന്നു. നമ്മുടെ തേജസ് ഇന്ത്യൻ മെയ്ഡായിട്ട് വരുന്നു. ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സ്വന്തം നിലയിൽ എൻജിൻ ഉൽപ്പാദിപ്പിക്കാൻ ഉള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ GT-RE തയ്യാറാക്കിയ കാവേരി എന്ന നാമകരണം ചെയ്ത എൻജിൻ പ്രതീക്ഷിച്ചത്ര റിസൾട്ട് ഉണ്ടാക്കിയില്ല. അതായത് ഇതിന് ത്രസ്റ്റ് എന്ന് പറയുന്നൊരു സംഗതിയുണ്ട്, മുമ്പോട്ട് തള്ളുന്ന പ്രവേഗം എന്ന് പറയും. അപ്പോൾ അത് ഈ തേജസ് എന്ന് പറയുന്ന 4.5 ജനറേഷനിൽപ്പെട്ട യുദ്ധവിമാനമാണ്. അതിന് പ്രതീക്ഷിക്കുന്ന ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ GT-RE തയ്യാറാക്കിയ കാവേരി എഞ്ചിന് സാധിച്ചില്ല.
അതുകൊണ്ട് തന്നെ അതിൻ്റെ അതിൻ്റെ ഗവേഷണ പ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. നമ്മൾ അതിന് വേണ്ടിയിട്ട് എഞ്ചിന് വേണ്ടിയിട്ട് ഇപ്പോഴും അമേരിക്കയെ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി വന്നു. നിലവിൽ ഇപ്പോൾ ഈ തയ്യാറാക്കിയിരിക്കുന്ന എക്സ്പാൻഡബിൾ ടർബോജെറ്റ് എഞ്ചിൻ എന്ന് പറയുന്നത് താരതമ്യേന ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വളരെ ചെറിയ ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ ശേഷി എന്ന് പറയുന്നത് 350 കിലോ ത്രസ്റ്റ് ക്ലാസ്സിൽപ്പെട്ടാണ്. വളരെ ചെറുതാണ്. ഈ ഇത്തരം അതായത് റോക്കറ്റ് എഞ്ചിനുകളെയോ വിമാന എഞ്ചിനുകളെയോ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഇതിൻ്റെ മറ്റൊരു അളവിൽ പറയുകയാണെങ്കിൽ 3.4 കിലോ ന്യൂട്ടൺ ആണ് ഇതിൻ്റെ പരമാവധി ത്രസ്റ്റ് അല്ലെങ്കിൽ ശേഷിയായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്ര ചെറിയ ഒരു എഞ്ചിനാണെങ്കിൽ പോലും അത് ഉപയോഗിക്കപ്പെടുന്നതിൻ്റെ ഉദ്ദേശം കാമിക്കാസെ ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ അടക്കമുള്ളവയിൽ ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അത് നമ്മൾ ഇപ്പോൾ പുതിയ യുദ്ധമേഖലകളിലൊക്കെ ഇത്തരം സാധ്യതകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു നേട്ടമാണ് രാജ്യത്തിനുണ്ടായേക്കുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ് GTRE ഇപ്പോഴും സ്വന്തം നിലയിൽ വിമാന എഞ്ചിനുകളുമായിട്ട് ബന്ധപ്പെട്ട് അത് റഷ്യയുമായി സഹകരിച്ച് അതിൻ്റെ പരീക്ഷണങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടക്കം കൂടുതൽ അപ്ഡേറ്റ്സ് വരും ദിവസങ്ങളിൽ നൽകാൻ സാധിക്കുമെന്ന് കരുതാം.